എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബെൻടൺ ക്ലാസിക്കിലെ ഏലിയൻസും അതുപോലെ തന്നെ ജാക്കി ചാൻ സീരീസിൽ വരുന്ന ഡീമൻസും തമ്മിലുള്ള ബാറ്റിലിൻ്റെ ഫൈനൽ പാർട്ടാണ്. ഈ ഒരു പാർട്ടിലായിരിക്കും ആരാണ് വിൻ ചെയ്യുക, ഡീമൻസ് ആണോ ഏലിയൻസ് ആണോ ജയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ഫൈനൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പാർട്ട് 1 കാണുക. ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും പാർട്ട് 1 കണ്ടതിന് ശേഷം വീഡിയോ കാണാനായിട്ട് തിരിച്ചു വരിക. അപ്പോൾ അധികമൊന്നും പറഞ്ഞ് വൈകിക്കാതെ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ഏലിയൻസും ഡീമൻസുമായി 4 ബാറ്റിലാണ് നടന്നത്. ഇപ്പോഴത്തെ സ്കോർ ബോർഡ് നോക്കിയാൽ ബെൻടൺ ക്ലാസിക്കിനാണെങ്കിൽ 1 പോയിന്റും ജാക്കി ചാൻ സീരീസിന് 3 പോയിന്റുമാണ്. 4 ബാറ്റിൽസ് നടക്കാനുണ്ട്. 4 ബാറ്റിൽ കഴിഞ്ഞതിന് ശേഷം ആരാണ് വിൻ ചെയ്യുക എന്ന് നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ഫസ്റ്റ് ബാറ്റിൽ ജാക്കി ചാൻ സീരീസിലെ ഇടിയുടെയും മിന്നലിൻ്റെയും ഡീമനായിട്ടുള്ള ഷട്ട്ലോക്കും ബെൻടൺ ക്ലാസിക്കിലെ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ഏലിയൻ എന്ന് പറയാനായി പറ്റുന്ന ഡയമണ്ട് ഹെഡും തമ്മിലാണ് നമ്മുടെ ഫസ്റ്റ് ബാറ്റിൽ. ഷട്ട്ലോക്കിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഡീമൻ ഓഫ് തണ്ടർ ആയതുകൊണ്ട് തന്നെ ലൈറ്റ്നിങ്ങിനെയും തണ്ടറിനെയുമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഷട്ട്ലോക്കിന് പറ്റും. അതുപോലെ തന്നെ നല്ലൊരു സൈസും ഷട്ട്ലോക്കിനുണ്ട്. അതുപോലെ തന്നെ ഷട്ട്ലോക്ക് എന്ന് വെച്ചാൽ ഓപ്പണായിട്ട് ഡയറക്റ്റ് പോയി ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ആരെയും പേടിച്ച് നിൽക്കുക അങ്ങനെയുള്ള ഒരു ഇതിൽ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ പോയി ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഷട്ട്ലോക്ക് നല്ല പവർഫുള്ളാണ്. ഡയമണ്ട് ഹെഡിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഇതുവരെ ഡയമണ്ട് ഹെഡിനെ ആരെക്കൊണ്ടും അത്ര പെട്ടെന്ന് തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം ഡയമണ്ട് ഹെഡിന് മുഴുവനായി തന്നെ ക്രിസ്റ്റൽ ബോഡിയാണുള്ളത്. അതുപോലെ തന്നെ ഡയമണ്ട് ഹെഡിനാണെങ്കിൽ ഡയമണ്ട് പവേഴ്സ് യൂസ് ചെയ്ത് ഒപ്പോണൻറ്റിനെ അറ്റാക്ക് ചെയ്യാനും പറ്റും. പിന്നെ പല ഡയമണ്ടിനെയും കൺട്രോൾ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്ത് ഒപ്പോണൻസിനെതിരെ യൂസ് ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പവേഴ്സൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഡയമണ്ട് ഹെഡും വളരെ പവർഫുള്ളാണ്. ഇനി ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ആരാണ് വിൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ടഫുള്ളായ ഒരു ബാറ്റിലായിട്ട് എന്തായാലും നിൽക്കും. കാരണം ഡയമണ്ട് ഹെഡും അതുപോലെ തന്നെ ഡീമൻ ഓഫ് തണ്ടറും നല്ല പവർഫുള്ളാണ്. രണ്ടുപേർക്കും വ്യത്യസ്ത രീതിയിൽ പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഷട്ട്ലോക്ക് വന്ന് ഡയറക്റ്റ് പോയി ഈ ഒരു മിന്നലിൻ്റെ അറ്റാക്കൊക്കെ ചെയ്താൽ ഡയമണ്ട് ഹെഡിനെ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഷീൽഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡയമണ്ട് ഷീൽഡ് ഉണ്ടാക്കി ഡയമണ്ട് കൊണ്ട് ഷീൽഡ് ഉണ്ടാക്കി അതൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ ഡയമണ്ട് ഹെഡിനെ കൊണ്ട് പറ്റും. ഇതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഇടിയുടെയും മിന്നലിൻ്റെയും അറ്റാക്കൊക്കെ ഡയമണ്ട് ഹെഡ് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. പിന്നെ ഇനി അഥവാ ഈ ഒരു ഡയമണ്ട് ഹെഡിൻ്റെ ദേഹത്ത് ഈ ഒരു മിന്നലോ ഇടിയായിട്ട് തട്ടിയാലും ഡയമണ്ട് ഹെഡിൻ്റെ ബോഡി നല്ല സ്ട്രോങ് ആണ്, ഡ്യൂറബിൾ ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനി അഥവാ ഡാമേജ് ആയാലും അത് പിന്നെയും പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവും. ഇതൊക്കെ തന്നെ ഡയമണ്ട് ഹെഡിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഷട്ട്ലോക്കിന് കൃത്യമായിട്ട് ഹീലിംഗ് പവർ കാണിച്ചിട്ടില്ല, എന്നാൽ ഡയമണ്ട് ഹെഡിന് നല്ല രീതിയിൽ ഹീലിംഗ് പവർ നമുക്ക് കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിലാണെങ്കിൽ ഷട്ട്ലോക്കിന് എന്തായാലും അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്നാലും ഡയമണ്ട് ഹെഡിന് അതൊക്കെ ഡിഫെൻഡ് ചെയ്യാനും നല്ല രീതിയിൽ കഴിയും. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡയമണ്ട് ഹെഡിന് എന്താണെങ്കിലും ഷട്ട്ലോക്കിന് കൊല്ലാനായിട്ട് കഴിയില്ല. കാരണം ഡയമണ്ട് ഹെഡിൻ്റെ ബോഡി ഫുള്ളി ക്രിസ്റ്റലാണ്. ഷട്ട്ലോക്കിനെ കൊണ്ട് ഡയമണ്ട് ഹെഡിനെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡയമണ്ട് ഹെഡിന് ഈ ഒരു ബാറ്റിൽ വിൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ സ്കോർ ബോർഡ് ബെൻടൺ ക്ലാസിക്കിനാണെങ്കിൽ 2 പോയിന്റും ജാക്കി ചാന് 3 പോയിന്റുമാണ്. ഇപ്പോഴത്തെ സ്കോർ ബോർഡിൽ ജാക്കി ചാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അടുത്ത ബാറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അടുത്ത ബാറ്റിലായിട്ട് യൂസ് ചെയ്യുന്നത് ബെൻടൺ ക്ലാസിക്കിലെയും ജാക്കി ചാനിലെയും 2 സ്കാരി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ്. അതുപോലെ ബെൻടണിൽ ഗോസ്റ്റ് ഫ്രീക്ക് വളരെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ജാക്കി ചാനിലാണെങ്കിൽ ഞാൻ മൂൺ ഡീമനെ കാണുമ്പോൾ വലിയൊരു ഗോസ്റ്റ് ഫ്രീക്കിന് അത്രയ്ക്ക് തോന്നിയില്ലെങ്കിലും ഏകദേശം ലുക്കൊക്കെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. പിന്നെ ഈ 2 ക്യാരക്ടേഴ്സും ഫൈറ്റ് ചെയ്താൽ അടിപൊളിയാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ 2 ക്യാരക്ടേഴ്സിനും ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ബാറ്റിൽ ഗോസ്റ്റ് ഫ്രീക്ക് വേഴ്സസ് ഡീമൻ ഓഫ് മൂൺ. ഈ ഒരു ബാറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം രണ്ടുപേരും ഏകദേശം ഈക്വലായ ക്യാരക്ടേഴ്സാണ്. ഫുൾ ഫോമിലുള്ള ട്രൂ ഗോസ്റ്റ് ഫ്രീക്കിനെയും അതുപോലെ തന്നെ ഈ ഒരു ഡീമൻ ഓഫ് മൂണിനെയും. ജാക്കി ചാനിലെ ഈ ഒരു മൂൺ ഡീമന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കിയാൽ ഈ ഒരു ഡീമൻ ആണെങ്കിൽ കോഴിമന്ത്രക്കല്ലിന്റെ പവർ പോലെ തന്നെ പറക്കാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടാവും. ഈ ഒരു ഡീമനെ കൊണ്ട് പറക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഡീമൻ്റെ ഏറ്റവും സ്പെഷ്യലായ എബിലിറ്റിയാണ് ഈ ഒരു ഡീമന് ഡാർക്ക് മാജിക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരെ പവർഫുൾ ആണ്. ഇത് മൂണിൻ്റെ ഡീമൻ ആയതുകൊണ്ട് തന്നെ ചന്ദ്രനെ മൊത്തത്തിൽ തകർത്ത് കളയാൻ ഈ ഒരു ഡാർക്ക് മാജിക് ഉപയോഗിച്ച് പറ്റും. ഇതാണ് ഈ ഡീമൻ്റെ ഏറ്റവും വലിയ പവർ. ഇനി ഗോസ്റ്റ് ഫ്രീക്കിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കിയാൽ ഗോസ്റ്റ് ഫ്രീക്ക് ആണെങ്കിൽ പേര് പോലെ തന്നെ ഒരു ഗോസ്റ്റ് ആണ്. ഗോസ്റ്റ് ഫ്രീക്ക് ആണെങ്കിൽ ഒരു പ്രേതം എങ്ങനെയാണോ അതുപോലെ തന്നെ അത്രയ്ക്ക് സ്കാരി ആയിട്ടും അത്രമാത്രം പേടിപ്പിക്കുന്ന രൂപത്തിലാണ് ഗോസ്റ്റ് ഫ്രീക്ക് ഉണ്ടാവുക. ഗോസ്റ്റ് ഫ്രീക്കിനാണെങ്കിൽ മറ്റൊരുപാട് പവേഴ്സ് ആൻഡ് എബിലിറ്റീസും ഇൻവിസിബിൾ ആവാനും കഴിയും. ഈ ഒരു പവർ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു അറ്റാക്കും ഏൽക്കില്ല. പിന്നെ ഇതുകൂടാതെ ചില എപ്പിസോഡിൽ ഗോസ്റ്റ് ഫ്രീക്ക് ഒരുപാട് ഗോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നറൂട്ടോ ഒക്കെ ക്ലോണിങ് ഉപയോഗിക്കുന്നത് പോലെ ഒരുപാട് ഗോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എപ്പിസോഡുണ്ട്.
അതുപോലെ തന്നെ ഗോസ്റ്റ് ഫ്രീക്ക് വിചാരിച്ചാൽ ഓരോരുത്തരുടെ ശരീരത്തിൽ കയറി അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഗോസ്റ്റ് ഫ്രീക്കുമായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് വളരെ ടഫായുള്ള ഒരു കാര്യമാണ്. വളരെ പവർഫുൾ ആയുള്ള വിൽഗാക്സ് തന്നെ ഏലിയൻ ഫോഴ്സിൽ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. അവസാനം ബെന്നാണ് ഈ ഒരു ഗോസ്റ്റ് ഫ്രീക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അത്രമാത്രം പവർഫുൾ ആയുള്ള ഒരു ക്യാരക്ടറാണ് ഗോസ്റ്റ് ഫ്രീക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് അത്രമാത്രം ടഫായിരിക്കും. ഗോസ്റ്റ് ഫ്രീക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള വീക്ക്നെസ് സൺലൈറ്റ് ആണ്. ഇനി ഈ ഒരു ഫൈറ്റിൽ ആരാണ് വിൻ ചെയ്യുക എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് അത്രയ്ക്ക് വലിയൊരു ഫൈറ്റ് തന്നെ ആയിരിക്കും. രണ്ടുപേരും നല്ല ഈക്വലായി നിന്ന് ഫൈറ്റ് ചെയ്യും. എന്നാലും ഇവരുടെ പവേഴ്സും എബിലിറ്റീസും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ ഒരു മൂണിൻ്റെ ഡീമന് പറക്കാനും അറ്റാക്ക് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഒരു അറ്റാക്കൊക്കെ ഗോസ്റ്റ് ഫ്രീക്കിൻ്റെ മേത്ത് തട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻവിസിബിൾ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗോസ്റ്റ് ഫ്രീക്കിന് ഈ അറ്റാക്കൊന്നും തന്നെ തട്ടില്ല. ഇനിയൊരു ഡാർക്ക് മാജിക് ഉപയോഗിച്ച് ഗോസ്റ്റ് ഫ്രീക്കിനെ പെട്ടെന്നൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു ഡീമൻ ഉപയോഗിക്കുന്ന ഈ ഒരു പവർ വെച്ച് ഗോസ്റ്റ് ഫ്രീക്കിനെ ഒന്നും തന്നെ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗോസ്റ്റ് ഫ്രീക്ക് ഇൻവിസിബിൾ ആണ്. പിന്നെ ഈ ബോഡിയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഡീമൻ്റെ ബോഡി തന്നെ കൺട്രോൾ ചെയ്ത് ഗോസ്റ്റ് ഫ്രീക്കിനെ അവിടെ വിൻ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റിൽ ഗോസ്റ്റ് ഫ്രീക്ക് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പോഴത്തെ സ്കോർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ജാക്കി ചാൻ കാർട്ടൂണിനും ബെൻടൺ ക്ലാസിക്കിനും 2 പേർക്കും 3 പോയിൻ്റാണ്. ഈ ഒരു ബാറ്റിൽ ഇപ്പോൾ ടൈ ആയിട്ടാണ് നിൽക്കുന്നത്. 2 പേരും ഒരേ സ്കോറിലാണ്. ഇനി 2 ബാറ്റിൽ കൂടിയാണുള്ളത്. ഈ ബാറ്റിലും കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് വിൻ ചെയ്യുക എന്ന്. അപ്പോൾ വേഗം അടുത്ത ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബാറ്റിൽ ജാക്കി ചാനിലെ ഫയറിൻ്റെ ഡീമനായ ഷിൻഡോ ആണ് മത്സരിക്കുന്നത്. ഷിൻഡോയുമായിട്ട് ഈക്വലിൽ നിന്ന് ഷിൻഡോയെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രമുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ബെൻടൺ ക്ലാസിക്കിലില്ല. ഫയറിൻ്റെ ഡീമനാണ് ഷിൻഡോ. അതുകൊണ്ട് തന്നെ ഫയറിൻ്റെ ഏലിയനായിട്ടുള്ള ഹീറ്റ് ബ്ലാസ്റ്റുമായിട്ടൊരു ഫൈറ്റാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഹീറ്റ് ബ്ലാസ്റ്റും ഷിൻഡോയും തമ്മിലൊരു ബാറ്റിലിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു ആവശ്യമില്ല. കാരണം ഷിൻഡോയ്ക്ക് അത്രമാത്രം പവേഴ്സ് ഉണ്ട്. ഒന്നാമത് ഷിൻഡോയ്ക്ക് ഒരു ഫയർ ഏൽക്കില്ല. തീയിന് ഇമ്മ്യൂൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഷിൻഡോ. രണ്ടാമത് നായമന്ത്രക്കല്ലും കുതിരമന്ത്രക്കല്ലും ഇത് രണ്ടും ഷിൻഡോയെ ഇമ്മോർട്ടലാക്കും. പിന്നെ ബാക്കിയുള്ള മന്ത്രകല്ലിൻ്റെ പവേഴ്സൊക്കെ ഉപയോഗിച്ചാൽ വളരെ സിമ്പിളായി ഷിൻഡോയ്ക്ക് ഹീറ്റ് ബ്ലാസ്റ്റ് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാര്യത്തിൽ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ജാക്കി ചാൻ സീരീസിന് 1 പോയിൻ്റ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ജാക്കി ചാൻ കാർട്ടൂണിന് 4 പോയിൻറ്റും ബെൻടൺ ക്ലാസിക്കിന് 3 പോയിൻറ്റുമാണ്. ഇനി ഫൈനലായി ഒരേ ഒരു ബാറ്റിൽ നടത്താനുള്ളൂ. ഈ ഒരു ബാറ്റിലായിരിക്കും ആരാണ് വിൻ ചെയ്യുക എന്ന് തീരുമാനിക്കുക. ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബാറ്റിൽ ബെൻടൺ ആണ് വിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബാറ്റിൽ മുഴുവനായി തന്നെ ടൈ ആവും. എന്നാൽ ഈ ഒരു ബാറ്റിൽ ജാക്കി ചാനിലുള്ള ഏതെങ്കിലും ഡീമനാണ് വിൻ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ബാറ്റിൽ ജാക്കി ചാൻ തന്നെ വിജയിക്കുന്നതായിരിക്കും. അപ്പോൾ അവസാനമായുള്ള ആ ഒരു ബാറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജാക്കി ചാൻ കാർട്ടൂണിൽ ഒരേ ഒരു ഡീമനും കൂടെ ഇനി ഫൈറ്റ് ചെയ്യാനുള്ളൂ. ആ ഒരു ഡീമനാണ് ഡീമൻ ഓഫ് വിൻഡ് സർഫാൻ. കാറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഡീമനാണ് സർഫാൻ. കൊടുങ്കാറ്റാണ് ഈ ഒരു ഡീമൻ ഉണ്ടാക്കാനായിട്ട് കഴിയുക. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസമായുള്ള കാര്യമാണ്. അത്രയ്ക്ക് പവർഫുള്ളായ ഒരു ഡീമനാണ് ഈ ഒരു വിൻഡ് ഡീമനും. വളരെ ശക്തമായ കാറ്റാണ് ഈ ഒരു ഡീമന് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി ബെൻടൺ ക്ലാസിക്കിനാണെങ്കിൽ കുറേ ഏലിയൻസ് ഉണ്ടെങ്കിലും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈക്വലായിട്ട് നിൽക്കണം എന്നതുകൊണ്ട് തന്നെ വിൻഡിൻ്റെ ഡീമനായ ഈ ഒരു സർഫാന് ഈക്വലായി ബെൻടൺ ക്ലാസിക്കിലെ വളരെ സ്പീഡിൽ പോകാനായിട്ട് കഴിയുന്ന കാറ്റിൻ്റെ പവർ എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന എക്സലറേറ്റിനാണ് ഫൈറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫൈറ്റിൽ ഇനി ആര് വിജയിക്കുമെന്ന് നോക്കാം. കാറ്റിൻ്റെ ഡീമനായ സർഫാന് കൊടുങ്കാറ്റുണ്ടാക്കി എക്സലറേറ്റിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് പറ്റും. എക്സലറേറ്റ് വളരെ സ്പീഡാണെങ്കിലും ഈ ഒരു ഡീമൻ്റെ കൊടുങ്കാറ്റിന് മുമ്പിൽ വളരെ സ്ലോ ആയി പോവും. ഈ ഒരു ഡീമന് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഡീമന് മറ്റൊരുപാട് അറ്റാക്ക് ചെയ്യാനും പറ്റും. കാറ്റിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു ഡീമനാണ് സർഫാൻ. അതുപോലെ തന്നെ ഈ ഡീമന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവേഴ്സും ഉണ്ട്. മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡീമൻ വളരെ പവർഫുള്ളാണ്. എക്സലറേറ്റിന് ഈ ഒരു ഡീമനെ തോൽപ്പിക്കാൻ മാത്രമുള്ള സ്പെഷ്യൽ എബിലിറ്റി ഒന്നുമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഡീമനാണ് ഇവിടെ വിൻ ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് നോക്കിയാൽ ജാക്കി ചാൻ സീരീസിന് ഇപ്പോൾ 5 പോയിൻ്റാണ്. ഈ ഒരു ബാറ്റിൽ ഇപ്പോൾ ജാക്കി ചാനാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അടുത്ത ഏത് വീഡിയോ വേണമെന്നും ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.